നമസ്കാരം. കാഞ്ഞിരപ്പള്ളി ഇസബെല്ല ഫാഷൻ സ്റ്റോറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മാറ്റണം. ഫാൻ്റെ സ്പീഡ് കുറയ്ക്കാൻ പോയതാ. എന്താണെന്നറിയോ, സൗണ്ട് കേൾക്കൂലേ? ഒന്നുമില്ല, അക്ഷം കാണിക്കുന്നതിന് എന്നെ കളിയൊക്കെ വിടുന്നത്. ഇന്ന് നമ്മൾ കാണിക്കുന്നത് മെഗാ ഡിസ്കൗണ്ട് സെയിൽ. ചുമ്മാ ഈ എന്നാ ഹീറോ ഒക്കെ വരുമ്പോൾ നമ്മൾ പുറകിലൊരു BGM ഇടത്തില്ലേ, അത് ഇത്രേ ഉള്ളൂ. അതാണ് ഇട്ടത്. എനിക്ക് എല്ലാത്തിനും അത് കൂടുതലാണ്. നിങ്ങളൊക്കെ നേരത്തെ വാങ്ങിച്ചിട്ടുള്ള സാരിയാണ്. ഇതിൻ്റെയൊക്കെ ഡബിൾ വിലയ്ക്കാണ് വാങ്ങിച്ചിട്ടുള്ളത്. ആ സാരികൾ ഇതാ, പുതുമ പോലും മാറാത്ത സാരികൾ, സൂപ്പർ ഡ്യൂപ്പർ സെമി സിൽക്ക് വിത്ത് കോപ്പർ ബോർഡർ സാരീസ്. എപ്പോൾ വാങ്ങിക്കേണ്ടവർ വാങ്ങിച്ചോ. നാളെ വാങ്ങിച്ച ഒത്തിരി പേര് വന്നേച്ച് വിളിച്ച് ചോദിക്കുന്നുണ്ട്, ഞാൻ ഈ ഓഫർ സെയിൽ കാണിക്കുമ്പോൾ ഷോപ്പിൽ ഡിസ്കൗണ്ട് സെയിൽ ഉണ്ടോ, ഷോപ്പിൽ ഡിസ്കൗണ്ട് സെയിൽ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഈ കാണിച്ചതിൽ നിന്ന് ബാലൻസ് വന്നെങ്കിൽ അത് ഷോപ്പിൽ അവൈലബിൾ ആണ്. ആ റേറ്റിന് തന്നെ. ഒരു ഗ്യാരണ്ടി ഇല്ല ഇതിനകത്ത്. നമുക്ക് ചില സമയത്ത് 4-5 ഒക്കെ പീസ് മിച്ചം വരും. കാരണം നമുക്ക് ഓർഡർ എടുക്കാൻ പറ്റാതെ വരുന്നതുകൊണ്ട് മാത്രം വരുന്ന കേട്ടോ. ഇങ്ങനെ ഈ ഡിസ്കൗണ്ട് സെയിൽ വരും ഭയങ്കര ദുരിതരാന്ന് എൻക്വയറി വരുമ്പോൾ നമുക്ക് ചിലതിനൊക്കെ കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് റിപ്ലൈ ചെയ്യാനോ ഫോളോ അപ്പ് ചെയ്യാനോ ഒന്നും പറ്റത്തില്ല. നേവി ബ്ലൂ വിത്ത് കോപ്പർ ബോർഡർ, എന്താണ് വന്നിട്ട് ഇങ്ങനെ, ബ്ലൗസ് വന്നിട്ട് പ്ലെയിൻ വിത്ത് കോപ്പർ ബോർഡർ. നല്ല സോഫ്റ്റ് സിൽക്ക് സാരി, ഭയങ്കര എന്നാ പറയുന്നത്, കട്ടി കൂടിയതൊന്നുമല്ല, സോഫ്റ്റാണ്, സെമി സിൽക്കാണ്. നല്ല സാരി. അതിൻ്റെ വേറൊരു കളറ്, അതിൻ്റെ 3 കളറാണ് ഇനി മിച്ചമുള്ളത്. ഇത് ഡിസ്കൗണ്ട് സെയിലാണ്, അതുകൊണ്ട് അറിയാമല്ലോ. റിട്ടേൺ ഇല്ല, എക്സ്ചേഞ്ച് ഇല്ല, റീഫണ്ട് ഇല്ല, ഒന്നുമില്ല. ഇതിൻ്റെ വില 790 രൂപയുടെ സാരിയാണ്. ഇപ്പോൾ 525 രൂപയ്ക്ക് പുത്തൻ സാരിയാണ് കേട്ടോ. വെറും 525 രൂപ. താഴോട്ടുള്ള മുന്താണി ഓർഡർ കൊണ്ടൊന്ന് കാണിച്ചു തരാം. ഡാർക്ക് മെറൂൺ കളർ. അടുത്തത് അതിൻ്റെ രാമ ഗ്രീൻ ഷെയ്ഡ് വരുന്ന കളർ. ഇത് ഇത്രയും കാണിച്ച് കളർ വ്യത്യാസമുള്ളൂ, വേറൊരു വ്യത്യാസവും ഇല്ല. ഇതാണ് സാരി. ബ്ലൗസ് പ്ലെയിൻ വന്നിട്ട് ഈ ഒരു കോപ്പർ ബോർഡറുമായിട്ട്. അടുത്തത് മാറിപ്പോയി. അടുത്തത് ഒരു സെമി സിൽക്ക് സാരി. ഈ സാരി കാണുമ്പോൾ നിങ്ങൾക്ക് പലർക്കും ഇതിൻ്റെ മഞ്ഞയും പച്ചയും അങ്ങനെ പല എന്ത് സാരി ഞങ്ങൾ സെയിൽ ചെയ്തു. ഒത്തിരി സാരി എന്ന് പറഞ്ഞാൽ ഒത്തിരി സാരി സെയിൽ ചെയ്ത്, എണ്ണം എത്രയാണെന്ന് പറയുന്നില്ല, അത്രയും സാരി സെയിൽ ചെയ്താണ്. അതിൽ നിന്ന് മിച്ചം വന്നു. ഇതിന് ഈ ഒരു സിംഗിൾ പീസ് മാത്രമേ ഉള്ളൂ, വേറെ പീസില്ല. അങ്ങനെ ഓരോ പീസ് വന്നതാണ് ഡിസ്കൗണ്ട് സെയിലിന് വരുന്നതേ. അയ്യോ, ഇതിൻ്റെ മഞ്ഞയും പച്ചയും വയലറ്റും മേടിച്ചവർക്ക് കാണുമ്പോൾ അറിയാം സംഭവം. കണ്ടോ, ഇനി ചെക്ക് 2 കളറ് ചെക്ക് പോയിരിക്കുക. ഇതിപ്പോൾ ഒരു ഗോൾഡൻ യെല്ലോ അല്ലെങ്കിൽ മസ്റ്റാർഡ് യെല്ലോയുടെ ഒരു സിൽക്കി ഇതായിട്ടുള്ള ഇത്. മുന്താണി വന്നിട്ട് ഇങ്ങനെ, ബ്ലൗസ് മെറൂൺ പ്ലെയിന് വിത്ത് ബോർഡർ. ബോർഡർ അല്ലേ, സോറി, വിത്തൗട്ട് ബോർഡർ. വിത്തൗട്ട് ബോർഡർ ഉണ്ടോ? ഇല്ല. ഇതിൻ്റെ വില വന്നിട്ട് 1390 രൂപയായിരുന്നു. ഇപ്പം 1130 രൂപ. അത്രയും ഡിമാൻഡുള്ള സാരിയാണ് കേട്ടോ, അത്രയും ഡിമാൻഡ്. ഇപ്പം എനിക്കറിയാം 1390 രൂപയ്ക്ക് ഇത് വിട്ടാൽ ഇപ്പോഴും ഇത് സെയിലായി പോകുന്ന എനിക്ക് നല്ല ഷുവറാണ്. പക്ഷെ ഒറ്റ പീസേ ഉള്ളൂ, സമ്മതിക്കത്തില്ലല്ലോ. മൊബൈലൊക്കെ സൈലൻ്റ് ആക്കി വെക്കാൻ മറന്നുപോവേ. ചന്ദേരി സിൽക്കിൻ്റെ ഒരു മെറ്റീരിയൽ. ഇതിൻ്റെ റേറ്റ് നോക്കിയിട്ട് പറയാം, അല്ലെങ്കിൽ റേറ്റ് പറയാതെ പോയി കഴിഞ്ഞാൽ അതൊരു ശരിയാകത്തില്ല. അതിൻ്റെ ആക്ച്വൽ പ്രൈസ് ഇപ്പോഴേ നമ്മൾ കൊടുക്കുന്ന പ്രൈസ് സ്ക്രീനെ കാണുള്ളൂ. അതിൻ്റെ ആക്ച്വൽ പ്രൈസും കൂടെ അറിയണമെന്ന് എല്ലാവർക്കും ഒരു ആകാംക്ഷ ഉറപ്പായിട്ടും കാണുമല്ലോ. അതുകൊണ്ട് ഞാൻ ഇച്ചിരി സമയം എടുത്താണേലും കാണത്തില്ല. 990 രൂപയുടെ സാരി ഇപ്പം 590 രൂപ. വെറും 590 ഉള്ളി. നല്ല പിങ്ക് ഷെയ്ഡ്, റോസ് ഷെയ്ഡ്, പിങ്ക് അല്ല റോസ് ഇല്ല. എന്നിട്ട് ഈ ഒരു ആഷ് കളറിൽ വന്നിട്ട് വരുന്ന
മുന്താണി. ഈ ടിഷ്യൂ സിൽക്ക് ഇല്ല, ഞാൻ എന്നതാ എന്തിനു പറഞ്ഞേ, ചന്ദേരി എന്നാണ്, സോറി കേട്ടോ. ടിഷ്യൂ സിൽക്കിൻ്റെയാണ്, സോഫ്റ്റ് ടിഷ്യൂ സിൽക്കാണ് ഇത് മെറ്റീരിയൽ. നല്ല സോഫ്റ്റാണ്, നല്ല ഇതാണ്. ബ്ലൗസ് ഉണ്ടെങ്കിൽ പ്ലെയിൻ, അല്ലെങ്കിൽ റണ്ണിങ്. പ്ലെയിൻ അല്ല, റണ്ണിങ് ആ സെയിം ബ്ലൗസാണ്. നിങ്ങളൊരു ആഷ് കളറുള്ള ബ്ലൗസ് ഇടുവാണെങ്കിൽ, മുന്താണിയായിട്ട് മാച്ച് ചെയ്യുന്ന ആഷ് കളർ നല്ല ഡാർക്ക് ബ്ലൗസ് ഇടുവാണെങ്കിൽ നല്ലതാണ്. അല്ലെങ്കിൽ ഇതിൻ്റെ റണ്ണിങ് വേണേലും ഇട്ടോ, കുഴപ്പമൊന്നുമില്ല. ഇതൊരു ഡിസൈൻഡ് സാരി, ഇതിൽ വന്നിരിക്കുന്ന ഒരു സൈസ് സാരി. സോഫ്റ്റ് ടെസർ സിൽക്ക് എന്നാണ് ഇതിൽ എഴുതി വരുന്നത്, എനിക്കതിനകത്ത് കറക്റ്റ് അറിയത്തില്ല. ഇതിൻ്റെ ഈ പറഞ്ഞ പോലെ ഒത്തിരി കളേഴ്സ് ഉണ്ടായിരുന്നു. ഇതൊക്കെ സ്ഥിരമായിട്ട് പതിവായിട്ട് വീഡിയോ കാണുന്ന ആൾക്കാർക്ക് എല്ലാം അറിയാം. സാരീസൊക്കെ അവരെ നോക്കി പുഞ്ചിരിക്കുന്നുണ്ടായിരിക്കും അല്ലേ? ചേച്ചി കാണിക്കുന്നില്ലേ? എവിടെയോ നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ. ഒരു ബ്ലൂവിൻ്റെ ഒരു ഷെയ്ഡ്, ഇങ്ങനെ ഒരു ഡിസൈനർ മോഡലിൽ വന്നിരിക്കുന്ന ഒരു സാരിയാണ്. മുന്താണി വന്നിട്ട് ഇങ്ങനെ. ബ്ലൗസ് നോക്കട്ടെ, ബ്ലൗസും മുന്താണിയും സെയിം. ഇതാണ് ബ്ലൗസ്, മുന്താണി ഇത്. വിലയും കൂടെ കാണിക്കാം, പറയാവേ. 1199 ആയിരുന്നു, ഇപ്പോൾ 699. ഇത് ചിരിക്കുന്നുണ്ടോ? ചിരിക്കുന്നതാണ്. എന്തോരം വിറ്റ സാരി, അജ്രക്ക് പ്രിന്റ് വരുന്ന സെമി സിൽക്ക് സാരി 790 ആയിരുന്നു, ഇപ്പോൾ 499. എല്ലാവരുടെയും കയ്യിൽ കാണും ഈ സാരിയൊക്കെ. അന്ന് വാങ്ങിച്ചവരുടെ എല്ലാം കയ്യിൽ ഇപ്പോൾ ഇരിക്കണം. നല്ല ഡാർക്ക് ഷെയ്ഡാണ്, ഡാർക്ക് പിങ്ക് ഷെയ്ഡ് വന്നിട്ട് ഇങ്ങനെ അജ്രക്ക് പ്രിൻ്റാണ്. മുന്താണിക്കും അതെ, മുന്താണി കാണിച്ചതോടെ മുന്താണിക്കും അതെ, ബോഡിക്കും അതെ. സോഫ്റ്റി സിൽക്ക് കണ്ടോ? ഇതിനൊരു നമ്മൾ സാരി ഫുള്ളൊക്കെ വെച്ചങ്ങോട്ട് ഉടുത്തിട്ട് ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ നല്ല, എന്നാ പറയുക, 10,000-2000 വില മതിക്കുന്ന സാരിയാണെന്നേ തോന്നിയിട്ടുള്ളൂ. അത്രയ്ക്ക് വില ഫീൽ ചെയ്യുന്ന സാരിയാണത്. ഇനി ഒരു ടൈപ്പ് ഓഫ് സെമി സിൽക്ക് സാരി. ഇത് റേറ്റ് ഞാൻ പറയാവേ, ഇതിനെല്ലാം ഒരേ റേറ്റ് പറയാം കേട്ടോ. ഇതൊരെണ്ണം, ഇതെല്ലാം കിട്ടിയ വില കഴിഞ്ഞും താത്ത സത്യത്തിൽ കൊടുക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഡെഡ് സ്റ്റോക്ക് വരരുത്. എൻ്റെ പോളിസി അങ്ങത്രേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. നമുക്ക് ഒരു 10, 100, 200 രൂപയ്ക്ക് നഷ്ടം വന്നാലും കുഴപ്പമില്ല. വെറുതെ ആർക്കും ഇല്ലാതെ ഡെഡ് സ്റ്റോക്ക് വന്ന് നമ്മുടെയും കുറേ കാശ് പോകും. അങ്ങനെ ഇരിക്കണ്ട എന്നുള്ള ഒരു ഇതിലാണ് ഇതൊക്കെ കൊടുക്കുന്നത്. കണ്ടോ? ഇതിപ്പോൾ ചന്ദേരിയുടെ ഒരു മെറ്റീരിയലാണ്, സോഫ്റ്റ് ചന്ദേരി മെറ്റീരിയൽ. നല്ല വീതി ബോർഡർ, മുന്താണി വന്നിട്ട് ഇങ്ങനെ ബനാറസി ബോർഡറിൻ്റെ ഇല്ലേ, സെമി ബനാറസി എന്ന് വേണേൽ പറയാം, അങ്ങനത്തെ സാരി. ബ്ലൗസ് വരുമ്പോൾ പ്ലെയിന്, ആ ഒരു പിസ്ത ഗ്രീൻ്റെ പ്ലെയിൻ, എന്നിട്ട് ബോർഡറുമായിട്ട് ബ്ലൗസ്. നല്ല പിസ്ത ഗ്രീൻ ഷെയ്ഡ് ആയതുകൊണ്ടേ നല്ലൊരു ഭംഗിയാണ്. ബനാറസി ബോർഡറും കൂടെ വരുമ്പോൾ അതിനൊരു പ്രത്യേകിച്ചൊരു എടുപ്പും കിട്ടും. ഇത്ര റേറ്റ് അല്ലേ ഉള്ളൂ. ഇതിനെ ഇങ്ങോട്ടിടാം അല്ലേ. ഇനി ആ സാരിയുടെ തന്നെ ഒരു സ്റ്റഫിൽ ഒരു ചെറിയ വ്യത്യാസം, സെയിം റേറ്റ് ആണ്, സ്റ്റഫിൽ ഒരു ചെറിയ വ്യത്യാസം വരുന്ന സാരി കണ്ടോ? പിസ്ത ഗ്രീന്. ഞാൻ റേറ്റ് അതിൻ്റെ ഏതിൻ്റെയോ കണ്ടതായിരുന്നു, അതാ ഞാൻ ഈ അതല്ലേ. ഇതെല്ലാം വെട്ടിയിട്ടേക്കുവാണല്ലോ. 980 ഇതന്നുണ്ടോ? 980 ആയിരുന്നു ഇതിൻ്റെ വില. ഇപ്പോൾ ഇതിൻ്റെ വില 599. കണ്ടോ? നല്ല സോഫ്റ്റാണ്. ഈ ഒരു എന്താ പറയുന്ന ഒരു ഗോൾഡ് അല്ല, ഒരു കോപ്പറിൻ്റെ ഒക്കെ ഒരു ഷെയ്ഡിൽ ഈ ഒരു ബോർഡറും ഈ ഒരു ഇതെല്ലാം കൂടെ നല്ലൊരു കോമ്പിനേഷനാണ്. 599 രൂപയല്ലേ ഉള്ളൂ. നല്ല ഒന്നൊന്നര ഫംഗ്ഷൻ വേറെ സാരി, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള സ്റ്റഫ് കാര്യങ്ങളെല്ലാം. ബ്ലൗസ് വരുമ്പോൾ ഇത് വരും ഈ ഒരു ബോർഡറുമായിട്ട്. ഈ ബോർഡറിന് ഇപ്പം ബ്ലൗസിനകത്ത് കാണിക്കുമ്പോൾ നല്ല വീതിയുണ്ട്. സാരിയുടെ അത്രയും തന്നെ ബോർഡറിൻ്റെ വീതിയുള്ള, സാരിയുടെ ബോർഡറിൻ്റെ വീതിക്കുള്ള അത്രയും തന്നെ വീതിയുണ്ട്. പക്ഷെ നമുക്ക് കുറച്ച് ചെയ്യാം. ബ്ലൗസ് ഒന്നും ആ വീതി വെക്കുവാണെങ്കിൽ ഒരു ഭംഗിയാണ് കേട്ടോ. ഇതൊരു സ്റ്റൈലാണ് കയ്യിൽ, കാരണം കൈക്കും അത് വരുമ്പോഴേ നല്ല ചാർട്ടാണ് ഇതിൻ്റെ കളർ ചാർട്ട്. അടുത്ത ഇത് ലാവണ്ടറിൻ്റെ ഒരു ഷെയ്ഡ്. ബ്ലൗസ് വരുമ്പോൾ പ്ലെയിൻ വന്നിട്ട്
പ്ലെയിൻ വന്നിട്ട് പറ തറ വിളിച്ചല്ല ഞാൻ തറ പറഞ്ഞൊക്കെ. അയ്യോ ഒരു വലിയ കോമഡി. ഇവിടുത്തെ ആക്ഷനാണ് മുഖത്തെ നമ്മൾ ഇതൊക്കെയാണോ കോമഡി? ശരി ശരി. ശ്രീനിവാസ സിനിമയ്ക്കകത്തെ പറഞ്ഞു അപ്പോൾ ഹോട്ടലുകാരെ ഇവിടുന്ന് കാണിക്കുന്ന ആക്ഷൻ എന്നാന്നറിയോ? ഞാനിങ്ങനൊക്കെ പറയും ഉറക്കമാണ്, ഉറക്കം വരുന്നുണ്ട് ഇതൊക്കെ കേട്ടിട്ട്. ഓ എൻ്റെ ദൈവമേ. ഇതാ മുന്താണി നോക്ക്, മുന്താണി എല്ലാം വീവിങ് ആണ്. നല്ല എന്നാ പറയുന്നത്, സോഫ്റ്റ് ആയിട്ടുള്ള ഒരു സൈസ് വീവിങ്ങും നല്ല സ്റ്റഫും നല്ല ബോർഡറും നല്ല ബനാറസി ബോർഡറും നല്ല റേറ്റ് കുറവും നല്ലൊരു ബ്ലൂ. എവിടെ കിട്ടും? ഇസബെല്ലയിൽ കിട്ടും. ഒരു ഇസബെല്ലയിൽ ഞാൻ പരസ്യവാചകം പറയാം. അപ്പോൾ നിങ്ങൾ വരും. പണ്ടൊക്കെ നമ്മൾക്ക് എൻ്റെയൊക്കെ ചെറിയ പ്രായത്തിൽ, അതായത് ഡിഗ്രിക്കൊക്കെ പഠിക്കുമ്പോൾ ഈ റേഡിയോയിലൊരു പരിപാടി ഉണ്ടായിരുന്നു, രഞ്ജിനി എന്ന് പറഞ്ഞു. എന്നിട്ട് നിങ്ങൾ ആവശ്യപ്പെട്ട ചലച്ചിത്ര ഗാനങ്ങൾ, അതായത് റേഡിയോ ആണല്ലോ ഹിറ്റ്. ടി വിക്ക് ആഴ്ചയിലൊരിക്കലല്ലേ സിനിമയുള്ളൂ. അതെ മുന്താണി കേട്ടാ, ലീഫിൻ്റെ ഒരു ഡിസൈനാണേ. അപ്പോൾ അതിനകത്ത് പരസ്യം ഇങ്ങനെ പറയില്ല, ഇടയ്ക്ക് ഓരോ പരസ്യം, ഉജാലയുടെ ഒക്കെ പരസ്യം. എന്നിട്ട് ഈ ഇങ്ങനെ ശരിക്കും ഫാബ്രിക് വൈറ്റ്നറാണ് ആ സാധനം. ആ സാധനത്തിന് പേര് ഉജാല എന്നായിപ്പോയി അല്ലേ? ഉജാല എന്ന് പറയുന്നത് ശരിക്കും ഒരു ബ്രാൻഡിൻ്റെ പേരല്ലേ? ഫാബ്രിക് വൈറ്റ്നർ എന്ന് പറയുന്ന സാധനമാണ്. അതിന് ഉജാല മുക്കിയതാണോ എന്നാ ചോദ്യമായിപ്പോയി. അത്രയ്ക്കാണ് പരസ്യത്തിൻ്റെ എഫക്റ്റേ അന്നത്തെ കാലത്ത്. എവിടെ കേട്ടാലും എപ്പോഴും കേൾക്കാം. എന്നാൽ ഒരു തുള്ളി പോലും ഇല്ല കണ്ടുപിടിക്കുന്നത്. എന്തൊക്കെ പറഞ്ഞു അനിസ്ത്രേ. അത് തന്നെ. ഇത് കണ്ടോ വേറൊരു കളറേ. ദേഷ്യം വരില്ല കേട്ടോ, കുറെ ദേഷ്യക്കാരുണ്ട്. ദേഷ്യക്കാർക്കൊക്കെ ദേഷ്യം വരും. എന്തുവാ വേഗം സാരി കാണിക്കാനുള്ള ഇനി ഇവരുടെ വാടിയ കോമഡി ആയിട്ട് ഇറങ്ങിയേക്കുവാന്നൊക്കെ ഓർക്കുന്നുണ്ടായിരിക്കും. എൻ്റെ അപ്പ ഇപ്പം എവിടെ ചെന്നാലും നെഗറ്റീവ്സ് അത് മാത്രമേ കേൾക്കാനുള്ളൂ. ഇപ്പം ഞാൻ പറയട്ടെ, നമ്മളിപ്പോൾ ഈ ബിസിനസ്സുകാരുടെ ഗ്രൂപ്പിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ കച്ചവടമില്ല, മഴ മൊത്തം എല്ലാം തകർന്നു തരിപ്പണമായി നാശ കോടാലിയായിട്ട് കിടക്കുക. ഇനിയിപ്പോൾ ബിസിനസ്സിലൊന്നും കാര്യമില്ല, ഇപ്പോൾ ഓൺലൈൻകാരാണ് ഇത് കീഴടക്കിയിരിക്കുന്നത്, അങ്ങനെയാണ് ഇങ്ങനെയാണ് മറ്റേതാണ് മറിച്ച്. ഏത് ഫീൽഡിൽ ചെന്നാലും ഈ നെഗറ്റീവ്. ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, ഇത് കേൾക്കുന്നവരില്ല. അങ്ങനെ നമ്മൾ നെഗറ്റീവിൻ്റെ അങ്ങനെ നമ്മളതിന് ചെവി കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ ഏത് ഫീൽഡിൽ ചെന്നാലും പ്രശ്നങ്ങളുണ്ടല്ലേ? എവിടെ ചെന്നാലും പ്രശ്നങ്ങളുണ്ട്. അപ്പം എന്തെല്ലാം പ്രശ്നങ്ങളെ അതിജീവിച്ച് നമുക്ക് എന്തെല്ലാം സാധ്യതകൾ മുന്നിലുണ്ട്. പണ്ട് കാലത്ത് വേണ്ട ഒരു അസുഖം, വീട്ടിലൊരു അസുഖം വന്നു കഴിഞ്ഞ് ഞാനൊക്കെ ഓർത്ത് കേട്ടിട്ടുണ്ട്. എൻ്റെ ഗ്രാൻഡ് മദറൊക്കെ പറയുന്നത് ഇങ്ങനെ അന്നൊക്കെ എന്നാ വർത്താനം പറയുന്ന ദേഷ്യമുള്ളൊരു സ്കിപ്പാക്കി പൊക്കണം കേട്ടോ. ഞാൻ പറയുന്നതേ ഉള്ളേ, ഈ സമയമൊക്കെ ഉള്ളൊരു കേൾക്കാൻ പറ്റുമെങ്കിൽ കേട്ടോ. പിന്നെ ഇങ്ങനെ വസൂരിയോ മലമ്പനിയോ അങ്ങനെയൊക്കെ വന്നിട്ട് ആൾക്കാരെ ഇങ്ങനെ ചികിത്സിക്കാൻ മാർഗ്ഗമില്ലാതെ അത് പടർന്നു പിടിച്ച് മലേറിയ അങ്ങനത്തെ അസുഖങ്ങളൊക്കെ. ഇപ്പോഴത്തെ കാലത്ത് എന്തുവാ വളരാത്ത ഒരസുഖം വന്നു, കൊറോണ വന്നു, എല്ലാത്തിനും ഈ ലോകം മുഴുവൻ പടർന്നു പിടിച്ചിട്ട് അതിനെ അതിജീവിച്ച് മനുഷ്യൻ മുന്നേറിയില്ലേ? അപ്പോൾ എന്തെല്ലാം പോസിറ്റീവ്സ് ഉണ്ട്. ഇപ്പം നമുക്കൊരു കാര്യത്തെപ്പറ്റി ഒരു കൊച്ചിനെ നമ്മുടെ ഒരു കൊച്ചു വളർന്നു വന്നു, +2 കഴിഞ്ഞു, അതിന് ഇനി എന്താ ഭാവി ക്വസ്റ്റ്യൻ മാർക്ക്. എൻ്റെയൊക്കെ ചെറിയ പ്രായത്തിൽ ഞാൻ ഓർക്കുന്നുണ്ട്, എന്നാ പഠിക്കണം അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ മാർക്ക് വരും. ഏത് പഠിച്ചാലാണ് നല്ലത്, എന്തിനാ പോകണ്ടേ? ഇപ്പോൾ എവിടെ നിന്ന് ഗൂഗിളിലോട്ട് സെർച്ച് ചെയ്ത് നോക്കിയാൽ പോലെ എന്നെ പഠിക്കണം. അല്ലെങ്കിൽ ഇഷ്ടം പോലെ സെൻറ്ററുകൾ, കരിയർ സെൻറ്റർ, കരിയർ ഗൈഡൻസ് എല്ലാം ഉണ്ട്. ഇതൊക്കെയല്ലേ നല്ല കാലഘട്ടം. എന്നിട്ട് എന്തിനെങ്കിലും ഇത് കുറ്റം പറയുന്നത് എനിക്ക് മനസ്സിലാകത്തേ ഇല്ല. അങ്ങനെയുള്ള ആൾക്കാരുടെ അടുത്തോട്ട് ചെല്ലുമ്പോൾ ഉണ്ടല്ലോ, ചെവിയെ ചെറുതായിട്ടൊന്ന് അടച്ചിട്ട് ഒരു മൂളിപ്പാട്ട് സ്വന്തമായിട്ട് പാടിക്കണം. കാരണം എന്താണെന്ന് വെച്ചാൽ അത് കേട്ടുകഴിഞ്ഞാൽ നമ്മളും കൂടെ നെഗറ്റീവായി. ഇപ്പോഴത്തെ കാലത്തിന് ഒരു കുഴപ്പം, ഒരു കാലത്തിനും കുഴപ്പമില്ല. ഞാൻ പറഞ്ഞിട്ട് അതിൻ്റേതായ ഗുണങ്ങളും ഉണ്ട്, അതിൻ്റേതായ ദോഷങ്ങളും ഉണ്ട്. എൻ്റെ അച്ഛനമ്മമാരൊക്കെ ചെറുപ്പത്തിൽ പറയും, അവരുടെയൊക്കെ ചെറുപ്പത്തിലെ പാട്ടാണ് നല്ല പാട്ട്. അതായത് അവരുടെ ചെറുപ്പത്തിലെ കാലഘട്ടത്തെ അവർ സ്നേഹിച്ചേ. ഞാൻ പറയും എൻ്റെ ചെറുപ്പത്തിലെ പാട്ടാണ് നല്ല പാട്ട്. അപ്പോൾ അവരുടെ കാലഘട്ടത്തെ പാട്ട് നല്ലതാണേ. ഇങ്ങനെ ഓരോ കാലഘട്ടക്കാരും പഴയ കാര്യത്തെ പറഞ്ഞുകൊണ്ടിരിക്കും. ഇത് നമ്മൾ കഴിഞ്ഞ ദിവസം കാണിച്ച സാരിയില്ലേ, അതിൻ്റെ 300 റേഞ്ചിൽ വരുന്ന സാരികൾ ഞങ്ങൾ എടുത്തു വെച്ചതാണ്. അതാണിത് കേട്ടോ. ഈ 200 റേഞ്ചിൽ കൊടുത്ത സാരികളിൽ നിന്ന് അതേ മോഡൽ, അതിനകത്ത് റേറ്റ് ഇച്ചിരും കൂടെ കൂടിയതാണ്. അത് 300 റേറ്റിൽ എടുത്തു വെച്ചേക്കുന്ന സാരികൾ വളരെ കുറച്ചെണ്ണേ ഉള്ളൂ, വളരെ കുറച്ചെണ്ണേ ഉള്ളൂ. ജോർജറ്റും ഷിഫോണും മിക്സാണ്.
ബ്ലൗസ് ഇല്ല എന്നാണ് തോന്നുന്നത്. ഇതാണ് സാരി. ഇതെന്തിനാ അതെന്നാ അത് 200 ഇത് 300 നോക്കരുത്. ഇത് വന്നപ്പോൾ റേറ്റ് വ്യത്യാസപ്പെട്ടാണ് വന്നത്. പിന്നെ ക്വാളിറ്റിയിലുള്ള വ്യത്യാസം അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കാം. നമുക്കത് അന്ന് ആ കിട്ടിയതിൻ്റെ റേറ്റിന് അത് കൊടുത്തു, ഈ കിട്ടിയതിൻ്റെ റേറ്റിന് ഇത് വന്നു. എല്ലാം ഒരേ ഇത് വരുന്നതാണ്. ഒരേ ഇത് സാധനം വരുമല്ലോ, 200-നും 300-നും 400-നും 500-നും ഒക്കെ കൊടുക്കാൻ പറ്റുന്ന രീതിക്ക്. അതായത് 200-ൻ്റെ കുറച്ച് സാരികൾ ഷോപ്പിൽ അവൈലബിൾ ആട്ടോ. ഞങ്ങൾക്ക് കഴിഞ്ഞ ദിവസം അത് ഓർഡർ എടുക്കാൻ ഒത്തിരി ഈ നെറ്റ് പ്രോബ്ലം വന്നു. ഇവിടെ വൈഫൈക്ക് പ്രോബ്ലം വന്നിട്ട് ഓർഡർ കറക്റ്റ് എടുക്കാൻ പറ്റിയില്ല. എന്നിട്ട് കുറേ എണ്ണം മിച്ചം വന്നു. ഏറ്റവും അവസാനം ഞങ്ങൾ പിന്നെ ആൾക്കാർ ഇങ്ങനെ ഫോട്ടോ ഇട്ടിട്ട് ചോദിക്കുമ്പോഴത്തേന് ഗ്രീൻ അല്ലേ ഇതൊക്കെ വാങ്ങിച്ചിട്ടുണ്ടല്ലോ, നീ കുർത്തി തയ്ക്കും, അനാർക്കലി കുർത്തി 300 രൂപയല്ലേ ഉള്ളൂ, 5.5 മീറ്റർ കാണത്തില്ലേ, നല്ല ഷിഫോൺ മെറ്റീരിയൽ. ഇതെല്ലാം 300-ൻ്റെ ആയിരിക്കുമല്ലോ അല്ലേ? 200-ൻ്റെ ഇതിനകത്ത് കയറിയിട്ടില്ലല്ലോ. നാട്ടുകാരെന്നെ വഴക്ക് പറയരുത്. എന്നെ വഴക്കൊന്നും പറയണ്ട. ബില്ലുണ്ട്, ബില്ല്. അടിപൊളി പ്ലെയിൻ സാരി വന്ന് ഓർക്കുന്നുണ്ടോ? ഇങ്ങനത്തെ സാരി എന്താ നമ്മുടെ കളർ വാരി എറിഞ്ഞ പോലെ, ഈ മറ്റേ ടൈ ആൻഡ് ഡൈക്കകത്തൊക്കെ വരുന്ന പോലെ. ഇന്നെനിക്കുണ്ടല്ലോ 3 വീഡിയോ എങ്കിലും മിനിമം എടുക്കണം. എനിക്ക് നാളെ തൊട്ട് പർച്ചേസിന് പോവാം. വെള്ളിയാഴ്ച തൊട്ട് ഞായറാഴ്ച വരെ. ക്രിസ്മസ് പർച്ചേസ് അല്ല കേട്ടോ. ക്രിസ്മസ് പർച്ചേസ് സത്യം പറഞ്ഞാൽ ഉണ്ട്. വീക്ക്ലി പർച്ചേസ് കൂടെ ഇച്ചിരി ഇനി കുറച്ച് ദൂര പർച്ചേസുകൾക്ക് പോവാം, രാജ്യം വിട്ട്. ഇത് മുന്താണിയാണോ ബ്ലൗസാണോ? അതാ എനിക്കൊരു ഡൗട്ട്. മുന്താണി അല്ലേ? ഇച്ചിരി വെയിറ്റ് ഉണ്ട് കേട്ടോ. അത് സോഫ്റ്റ് സിൽക്ക് പോലത്തെ ഇല്ലല്ലേ? ഈ ബോർഡറിൻ്റെ അവിടെ വരുമ്പോഴത്തേനും ഒരു വെയിറ്റ് ഉണ്ട്, ഒരു കലങ്കാരി ബോർഡർ പോലെ. $200 സാരിക്ക് ഇങ്ങനെ പൊട്ടിയിലായിരുന്നു. പൊട്ടിച്ച് പിന്നെ എൻ്റെ കൈയുടെ ഇടപാട് തീർന്നു. നല്ല ലൈറ്റ് ലാവണ്ടർ ഷെയ്ഡ്, ലൈറ്റ് ലാവണ്ടർ വിത്ത് ഡാർക്ക് ലാവണ്ടർ അല്ലെങ്കിൽ വയലറ്റ് നേർത്ത് വരുന്നതാണ് ലാവണ്ടർ. വയലറ്റിൻ്റെ ബോർഡർ ചെറിയൊരു സെറി. ഞാൻ ഇച്ചിരി സ്ലോ ആവുന്നുണ്ടല്ലോ. എഡിറ്റ് ചെയ്യുമോ അതോ ഇല്ലയോ? എനിക്ക് മാത്രമേ ഉള്ളൂ ഇവിടെ ക്ഷീണമില്ലാതെ നടക്കുന്നത്. എനിക്ക് ക്ഷീണമില്ലെന്ന് ഈ വീഡിയോ കഴിഞ്ഞിട്ട് അങ്ങോട്ട് ഞാൻ റൊട്ട വീഴ്ച. എല്ലാവരും കാണുമ്പോൾ ഓർക്കും അയ്യോ നല്ല എനർജറ്റിക് ആയിട്ടൊക്കെ നീന്ന. ഡയലോഗിന് മാത്രമേ ഉള്ളൂ സത്യം. അത് കഴിയുമ്പോഴത്തേനും അമ്മോ പൊത്തോ എന്ന് പറഞ്ഞാൽ വീഴ്ച. പിന്നെ എവിടെ വീണാലും നമ്മൾ ഉയർത്തെഴുന്നേക്കും. അതെൻ്റെ കാര്യം എന്നാണെന്നറിയോ? എന്നെ സംരക്ഷിക്കുവാൻ കഴിവുള്ളവൻ മുഖാന്തിരം ഞാൻ സകലതിനും മതിയായവൾ. അതുപോലെ എൻ്റെ ദൈവം എൻ്റെ കൂടെ ഉണ്ടെന്നുള്ള പൂർണ്ണമായ ഉറപ്പോടുകൂടിയുള്ള എന്നാ പറയുന്നത് പാമ്പൻ പാലം പോലെയുള്ള വിശ്വാസം. പരീക്ഷണങ്ങളൊക്കെ വരും ജീവിതമാണെങ്കിൽ. ഞാനിതൊക്കെ എന്നാന്നറിയാം ഇങ്ങനെ പറയുന്നത്. ഡെയിലി ഞാൻ ഇഷ്ടംപോലെ ആൾക്കാരോട് സംസാരിക്കുന്നുണ്ട്, ഒരു കൗൺസിലർ എന്നുള്ള നിലയ്ക്കും അല്ലാതെയും നമ്മുടെ സ്റ്റാഫൊക്കെ ആയിട്ടാണെങ്കിലും. അപ്പം ഇങ്ങനെ ഓരോരുത്തർ പറയുന്ന പ്രശ്നങ്ങളും കാര്യങ്ങളും കാഴ്ചപ്പാടുകളും എല്ലാം കണ്ടിട്ടാണ് ഞാനിങ്ങനെയുള്ള തത്വശാസ്ത്രങ്ങളൊക്കെ അടിക്കുന്നത് കേട്ടോ. ഞാൻ വലിയ തത്വചിന്തകയൊന്നുമല്ലേ. അതുകൊണ്ട് എല്ലാവരും ഓർക്കും പട്ടാരായിട്ട് പറഞ്ഞൊരു വലിയൊരു അമ്മക്കിളി വൈബ് ആയിട്ട് ഇറങ്ങി. മീൻസ് അമ്മക്കിളി മീൻസ് വലിയ ഈ പറയല്ലേ വലിയ ഒരുമാതിരി അമ്മമാരുടെ വല്യമ്മമാരുടെ. ഞാൻ അമ്മയാണല്ലോ അല്ലേ? ഞാൻ അമ്മയാണല്ലോ. ഞാൻ കുഞ്ഞു വെച്ചാന്ന് പറയും ഞാൻ നടക്കുന്നു. സത്യം എൻ്റെ പിള്ളേർക്കല്ലേ മെച്ചൂരിറ്റി ഉള്ള ചിലപ്പോൾ എനിക്ക് അമ്മ വലിയ സീരിയസാണ്. എനിക്ക് സീരിയസ് ആയിട്ട് നടക്കുന്ന എനിക്ക് ദേഷ്യം. എനിക്ക് ഡാൻസൊക്കെ കളിച്ച് പാട്ടൊക്കെ പാടി ഇങ്ങനെ നടക്കുന്ന ഇഷ്ടം. അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് ഇത് വേണ്ടവർ
ഇവിടെ തിരികെ എടുത്തു. ഓ ഇനി ഞാൻ വേണ്ടി വന്ന് ഇവിടെ ഡാൻസ് കൂടെ ചെയ്യ, അതിന് അതും കൂടെ ഉള്ളു എന്നെ കൊണ്ട് ചെയ്യിപ്പിക്കാത്ത നിങ്ങളെല്ലാം കൂടെ പറഞ്ഞു വേണ്ട വേണ്ട. നിങ്ങൾ എന്നാന്നറിയോ, എനിക്കിട്ട് വെക്കുക, ഇതൊന്നും എനിക്ക് മനസ്സിലാകാൻ മാത്രം മൂളയില്ലാത്തോളം അല്ല 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 വേണ്ട വേണ്ട. എന്താ നിന്നില്ലേ, ഇതിന് റിട്ടേൺ ഇല്ല, എക്സ്ചേഞ്ച് ഇല്ല, റീഫണ്ട് ഇല്ല. നിങ്ങൾക്ക് നല്ല ഉറപ്പോടു കൂടി മാത്രം നിങ്ങളിത് വാങ്ങിക്കുക. ചിലർ എന്തോരം പറഞ്ഞെന്ന് പറഞ്ഞാലും പിന്നെ അതങ്ങനെയാണ് മറ്റേതാണ് മറിച്ചാണ് വരും. ഒറ്റ രക്ഷയില്ല. ഞാൻ പറയുക, ഞാൻ അഹങ്കാരം പറയല്ല. നമുക്കിത് സംഭവം ഓടിച്ചോണ്ട് പോകണ്ടേ, കുറേ പേരെ ഓടിച്ചോണ്ട് പോകണ്ടേ. നമ്മളുടെ ഒരു പ്രസ്ഥാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര പേർക്ക് തൊഴിൽ കൊടുക്കുന്നു, അങ്ങനെയുള്ള പല പല കാര്യങ്ങളുണ്ട്. ഇത് കേടുള്ള സാധനം അല്ലെന്ന് 100% എനിക്ക് ഉറപ്പുണ്ട്, എൻ്റെ സ്റ്റാഫിനും ഉറപ്പുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് 100% ഷുവർട്ടി ഉണ്ടെങ്കിൽ മാത്രം വാങ്ങിക്കുക. നാളെ എക്സ്ചേഞ്ച് ഇല്ല, റിട്ടേൺ ഇല്ല, റീഫണ്ട് ഇല്ല, ഒന്നുമില്ല കേട്ടോ അതിന്. അപ്പോൾ താങ്ക് യു, ടാറ്റ.